നിങ്ങളിപ്പോൾ വന്നിട്ടുള്ള പൂർവ്വ വിദ്യാർത്ഥികൾ ഏതൊക്കെ മേഖലകളിലുള്ള ആൾക്കാരാണ്? എവിടെ നിന്നൊക്കെ വന്ന ആൾക്കാരുണ്ട്? ആ, കൊല്ലത്ത് വന്ന ആളുണ്ട്. ആ, നിങ്ങൾ ജോലി ചെയ്യുന്ന കൊല്ലത്ത്? വന്നുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്തു. ആ, ഗ്രൂപ്പിന്റെ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു 86-ല്. അപ്പൊ അത് അതിന്റെ അഡ്മിന് ശോഭയാണ്. ആ, ശരി. ആ, ശോഭയാണ് അഡ്മിൻ. ആ ഇതായതുകൊണ്ട് ഞങ്ങൾക്ക് ആ പഴയ കാലം ഒരു ഓർമ്മ പുതുക്കാൻ വേണ്ടി പറ്റി. അതെ അതെ അതെ. അപ്പൊ നല്ലൊരു ഗ്രൂപ്പായിട്ട് സംഘടിപ്പിച്ച് ഗ്രൂപ്പാക്കി. അതെ അതെ. ഈ കലോത്സവ പരിപാടി എന്ന് പറഞ്ഞാല് കാണുമ്പോൾ പഴയകാലം 85-86 നമ്മൾ ഇവിടെ പഠിച്ചത്. ആ സമയത്ത് പറഞ്ഞെങ്കിൽ ഒരുപാട് കലാപരിപാടികൾ പങ്കെടുക്കുമായിരുന്നു. അപ്പൊ ഇപ്പൊ ഈ സ്റ്റേജെല്ലാം കാണുമ്പോ മനസ്സ് പിന്നെ പിറകിലോട്ട് പോകുന്നത്. അന്ന് ഞാൻ വീണ്ടും ഞാൻ എന്തോ ഫേസ്ബുക്കില് പിന്നെ പപ്പൻ മാഷെ കണ്ടത്, വെള്ളൂർ സ്കൂളിലെ പപ്പൻ മാഷ്. ആദ്യമായിട്ട് തന്നെ ലളിതഗാനം പഠിപ്പിച്ചത് പപ്പൻ മാഷാണ്. അപ്പൊ ഞാൻ സ്റ്റേറ്റ് അല്ല, നമ്മ സ്കൂൾ കലോത്സവത്തിനും പിന്നെ എല്ലാം പങ്കെടുത്തിട്ട് ഫസ്റ്റ് വാങ്ങി ഞാൻ ലൈറ്റ് മ്യൂസിക്കിന്. 57 ഫസ്റ്റ് വാങ്ങിയ ആളാണ്. അപ്പൊ അതിൽ ഇന്ന് കാണുമ്പോൾ ഒരു നൊസ്റ്റാൾജിയ. എന്താ പറയണ്ടേ, നമ്മളെ പപ്പൻ മാഷ് നമുക്ക് ഒരുപാട് അടിയും നുള്ളും തന്നിട്ട് നമുക്ക് ഒരുപാട് കവിതകളും ബാക്കി കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചിരുന്നു. അപ്പൊ അതിന്റെ ഒരു ഗുണം നമുക്ക് കിട്ടുന്നത് ഇപ്പോഴാണ്. നമ്മളിപ്പോ മനസ്സ് വേദനിച്ച് നിൽക്കുമ്പോൾ മാഷ ഓർമ്മിച്ചുകൊണ്ട് ആ കവിതകൾ ഇങ്ങനെ ആലപിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പൊ നമ്മളെ പ്രിയപ്പെട്ട സഹോദരി ശോഭക്ക് അതിങ്ങനെ ആ ഓർമ്മകൾ ഇങ്ങനെ തുളുമ്പി വരുന്നുണ്ട്. അപ്പൊ ആ വരികൾ 1-2 വരികൾ ശോഭക്ക് പാടാൻ നാല് വരി പാടാം. പാടിക്കോ.